വീണ്ടും വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. രാത്രി 7-ന് ആചാര്യവർണ്ണത്തോടെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമാവും. രാത്രി 8-നും 8:30-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ഈ വർഷത്തെ തിരുവുത്സവത്തിന് കൊടിയേറ്റും. ബുധനാഴ്ച കൊടിപ്പുറത്ത് വിളക്കാഘോഷം നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 14 ഗജവീരന്മാർ അണിനിരന്നുള്ള ശീവേലിയും രാത്രി വിളക്കാഘോഷവും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് സ്പെഷ്യൽ പന്തലിൽ കലാപരിപാടികളും അരങ്ങേറും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 128 നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം, വലപ്പാട് പഞ്ചായത്തിനല്ല മൊത്തത്തിൽ സ്ഥലം കിട്ടാനുള്ള സാഹചര്യം വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 3 സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി MP ആയാലും MLA നാനാവിധത്തിൽ നിന്നും ഫണ്ട് കിട്ടാനുണ്ട്. സ്ഥലം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ ഇവിടെ ഈ സുനാമി കെട്ടിടങ്ങൾ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അത് മന്ത്രിയായി സംസാരിക്കുകയും നമുക്കിവിടെ അംഗനവാടിക്കുള്ള സ്ഥലം ശരിയാക്കി തരാമെന്നുള്ളൊരു ഉറപ്പും അന്ന് ലഭിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പതുക്കെയാണ് നടന്നത്. അതിനുശേഷം വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കളക്ടറെ ചെന്ന് കാണുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു പുതിയ കെട്ടിടം സ്ഥിരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിഫ പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ഷെരീഫ്, ജനപ്രതിനിധികളായ ഷെരീഫ ബാവ, NS ധർമ്മൻ മാസ്റ്റർ, CDPO CS ശൈലജ, ICDS സൂപ്പർവൈസർ ഗീതാകുമാരി, BG സദാനന്ദൻ, സതി രാമചന്ദ്രൻ, കൃഷ്ണവേണി പ്രമോദ്, ലതിക ബാലതിലകൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൊപ്രക്കളം കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി സമ്മാനദാനം നിർവഹിച്ചു. MA മുഹമ്മദ് അലി, സബിത ഹാനിം, സജിത പുതിയവീട്ടിൽ, AP ഷൗക്കത്ത് അലി, ഡോക്ടർ S ഫിറോസ് ഖാൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ബുദ്ധിപരമായും അംഗവൈകല്യമായും ഒക്കെ വളരെയേറെ പിന്നിലായിട്ടുള്ള അവരുടെ ഒരു ചെറിയ സദസ്സ് മാത്രമാണ് നമ്മുടെ ഈ വാർഷികത്തിലൂടെ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി കഴിയുന്നത്. ഒട്ടേറെ നന്മകൾ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടാണ് സേവന സന്നദ്ധരായ പല ആളുകളും പ്രവർത്തിച്ചു വരുന്നത്. പക്ഷെ അതിലൊക്കെ ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ട ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നാം ഈ സ്ഥാപനം വഴി നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു വരുന്നത്. ചളിങ്ങാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ആന്റണി തെക്കിനിയത്ത് കാർമ്മികനായി. ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. ഒരുപാട് വലിയ വിശുദ്ധൻ. നമ്മളൊക്കെ ഈ വിശുദ്ധനെ ചിലപ്പോഴൊക്കെ ചെറുതാക്കി കാണാറുണ്ട്. മറ്റു പല വിശുദ്ധരുടെ അത്രയും പ്രാഭവമില്ലാത്ത കഴിവ് കുറഞ്ഞൊരു വിശുദ്ധനായിട്ടൊക്കെ ചിലപ്പോൾ ചിത്രീകരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധൻ എന്ന് നമുക്ക് ഔസേപ്പിതാവിനെ വിശേഷിപ്പിക്കും. ഞാൻ ആ വിശുദ്ധന്റെ ജീവിതത്തിലേക്ക്, മാതൃകയിലേക്ക് പിന്നീട് പോകാം. തിരുനാളുകൾ നമുക്ക് വലിയ ഇഷ്ടം. അത് ഏത് പെരുന്നാളായാലും ഭയങ്കര ഇഷ്ടമാണ്. അമ്പൊരുന്നാളായാലും ഊട്ടുപെരുന്നാളായാലും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിരുന്നുകാർ വരും, പിന്നെ ഇലിമിനേഷൻ, വെടിക്കെട്ട്, കലാപരിപാടി, നേർച്ചയിടാൻ കാശ് കിട്ടും. ആ കാശ് കൊണ്ട് തോക്ക് വാങ്ങാം, ബലൂൺ മേടിക്കാം, ഐസ്ക്രീം മേടിക്കാം. ഭയങ്കര സന്തോഷം. കൈകാരന്മാരായ പണ്ടാരി ലോനപ്പൻ വർഗീസ്, ഐക്കിരിയത്ത് അഗസ്തി വർഗീസ് എന്നിവരും നേതൃത്വം നൽകി. തുടർന്ന് രാത്രി ഇടവക വാർഷികാഘോഷവും ഉണ്ടായിരുന്നു.
മതിലകം കൂളിമുട്ടം ഭജനമഠം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ഉത്സവം ഏപ്രിൽ 23, 24 തീയതികളിൽ നടക്കും. 23 രാവിലെ ഗണപതി ഹോമം, പ്രഭാത പൂജ, 8 ശാസ്താംപാട്ട്, 11 നാഗരാജാവിന് ഭസ്മക്കളം, വൈകിട്ട് 3 സർപ്പക്കളം, രാത്രി 8:30 കുട്ടികളുടെ കലാപരിപാടികൾ, 24 പുലർച്ചെ ഗണപതി ഹോമം, 9 കലശാഭിഷേകം, തുടർന്ന് കാവടി വരവ് കൂളിമുട്ടം തട്ടുങ്ങലിൽ നിന്നും ആരംഭിക്കും. 11 മധ്യാഹ്ന പൂജ, തുടർന്ന് പ്രസാദ ഊട്ട്, വൈകിട്ട് 3 പകൽപൂരം എന്നിവയും ഉണ്ടാകും. ചന്ദ്രാപിന്നി ഈസ്റ്റ് അല്ലപ്പുഴ വെളമ്പത്ത് ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ചൊവ്വാഴ്ച നടക്കും. പുലർച്ചെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, നാഗങ്ങൾക്ക് പൂജ, പ്രസാദ ഊട്ട്, വൈകിട്ട് കുടുംബ സംഗമം എന്നിവയും ഉണ്ടാകും. ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം മാരാത്ത് മുത്തപ്പൻ ഭുവനേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ധർമ്മദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ഏപ്രിൽ 23, 24 തീയതികളിൽ നടക്കും. 23 പുലർച്ചെ മഹാഗണപതി ഹവനം, വിവിധ പൂജകൾ, അന്നദാനം, ഉച്ചതിരിഞ്ഞ് 2:30 മുത്തപ്പന് കളമെഴുത്തും പാട്ടും, തോറ്റംപാട്ട്, വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തും പാട്ടും, 24 പുലർച്ചെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ശീവേലി, ഉച്ചപൂജ, 12 മണി മുതൽ നാരങ്ങ വിളക്ക് പൂജ, വൈകിട്ട് 3 പകൽപൂരം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് കോട്ടയ്ക്കൽ കൃഷ്ണ ടീച്ചറുടെ പ്രഭാഷണം, തായമ്പക, രാത്രി താലപ്പൊലി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. കയ്പമംഗലം രാമലക്ഷ്മി കാഞ്ഞിരപ്പറമ്പിൽ പരേതനായ മോഹനന്റെ ഭാര്യ മണി നിര്യാതയായി. 56 വയസ്സായിരുന്നു. മോജ്, മെൽബിൻ, മിബിൻ എന്നിവർ മക്കളും, വർഷ, ശ്യാമ, അനു എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച 9 വീട്ടുവളപ്പിൽ നടക്കും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ആധാരം പണയപ്പെടുത്തി ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയുടെ വീട്ടിലേക്ക് തട്ടിപ്പിനിരയായവർ മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികൾ തല്ലി തകർത്തതായി പരാതി. പ്രസിദ്ധമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.